നമസ്കാരം. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണ ദൗത്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം ഇന്ന്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും തടയാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ഐക്യരാഷ്ട്രസഭ. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രകൃതിയെ തന്നെ മാതൃകയാക്കണമെന്നും വനവൽക്കരണവും ജൈവവൈവിധ്യ സംരക്ഷണവും അനിവാര്യമാണെന്നും ഐക്യരാഷ്ട്രസഭ. നാടെങ്ങും പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ. CMRL ഹൈക്കോടതി നിലപാട് CPM-നും പിണറായി വിജയന്റെയും കരണത്ത് ഏറ്റ അടിയാണെന്ന് വി മുരളീധരൻ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത് CPM-ന്റെ സ്ഥിരം കുറ്റവാളികളെന്നും ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണം ഗൂഢാലോചനയെന്നും മുരളീധരൻ. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് CMRL കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സമയം പോലും കോടതി കൊടുത്തില്ലെന്നും GST തട്ടിപ്പ് നടത്തിയതിന് വീണയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാം എന്നും ഷോൺ ജോർജ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പോലീസ് അന്വേഷിച്ചാൽ കേസ് തെളിയില്ലെന്നും UDF സർക്കാർ വന്നിട്ടും കാര്യങ്ങളിൽ ഒരു മാറ്റവുമില്ലെന്നും സുരേന്ദ്രൻ. മാസപ്പടി കേസിനെ CPM ഭയക്കുന്നില്ലെന്നും പിണറായിയും വീണയും പ്രതിയായ ഒരു കേസും EDക്ക് മുന്നിലില്ലെന്നും EDയുടെ ലക്ഷ്യം രമേശ് ചെന്നിത്തലയാണെന്നും CPIM നേതാവ് AK ബാലൻ. 2002 CMRL-ന് കരിമണൽ ഖനനം ചെയ്യാൻ അനുമതി നൽകിയത് ഉമ്മൻചാണ്ടിയാണെന്നും പിണറായിയുടെ കാലത്ത് കരിമണൽ ഖനനം നടന്നിട്ടില്ലെന്നും ED അന്വേഷണം UDF-ന് നേരെ തിരിയുമെന്നും AK ബാലൻ. ഓപ്പറേഷൻ തൂഫാൻ. തൃശൂർ ഒല്ലൂരിൽ കാർ വർക്ക്ഷോപ്പിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന 5 പേർ പോലീസിന്റെ പിടിയിൽ. പ്രതികളിൽ നിന്ന് ലഹരി വസ്തുക്കളും പണവും ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. പരിസ്ഥിതി സംരക്ഷണ ദൗത്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം ഇന്ന്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും തടയാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ഐക്യരാഷ്ട്രസഭ. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രകൃതിയെ തന്നെ മാതൃകയാക്കണമെന്നും വനവൽക്കരണവും ജൈവ വൈവിധ്യ സംരക്ഷണം അനിവാര്യമെന്നും ഐക്യരാഷ്ട്രസഭ ഓർമ്മിപ്പിക്കുന്നു. നാടെങ്ങും വൃക്ഷത്തൈ നടലും ശുചീകരണ പ്രവർത്തനങ്ങളും. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈ നടീലിന്റെ ഷൊർണൂർ നഗരസഭാതല ഉദ്ഘാടനം ഷൊർണൂർ ആയുർവേദ ആശുപത്രി അങ്കണത്തിൽ നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിലെ മഞ്ഞക്കാടുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി അങ്കണത്തിലായിരുന്നു വൃക്ഷത്തൈ നടീലിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടന്നത്. ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് ചെയർമാൻ VK അനുരാജ് അധ്യക്ഷനായി. മറ്റ് ജനപ്രതിനിധികളായ സൗമ്യ, സിന്ധു, സന്ധ്യ, VK ശ്രീകൃഷ്ണൻ, മുഹമ്മദ് ആഷിഖ്, പ്രസന്ന, ലത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൃഷി ഓഫീസർ ബിജു പ്രതിജ്ഞയും ചൊല്ലി നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മണ്ണൂർ AUP സ്കൂളിൽ വൃക്ഷത്തൈകളുടെ വിതരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വിപുലമായ പരിപാടികളാണ് മണ്ണൂർ AUP സ്കൂളിൽ പരിസ്ഥിതി ദിനമായി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് കുട്ടികൾ നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ളൊരു ബോധമുണ്ടാക്കാൻ മണ്ണൂർ സ്കൂളിലെ അധ്യാപകർ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പരിസ്ഥിതി ദിനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ ഹരിതസേനാംഗങ്ങളും രക്ഷിതാക്കളുമായ അപർണ, സുരഭി, ബിന്ദു എന്നിവരെ ആദരിച്ചു. വാർഡ് മെമ്പർ ഷബിത മുനീർ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ബൊട്ടാണിക്കൽ വിഭാഗവുമായി സഹകരിച്ച വൃക്ഷത്തൈകളും PT അംഗങ്ങളായ സുരേഷ്, സുധീഷ് എന്നിവർ പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു. മാധ്യമപ്രവർത്തകനായ KP മൊയ്തീൻകുട്ടിയെ യോഗത്തിൽ ആദരിച്ചു. ഗ്രീഷ്മ KR, ഉമാദേവി P, അമൽ ശങ്കർ KN, ബീന A, അനുസ്മിത CA, വിനീത് PS എന്നിവർ സംസാരിച്ചു. HM TA ഷരീഫ ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KM അബ്ദുൾ ഹക്കീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗണേശ്ഗിരി സെന്റ് ആന്റണീസ് LP സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ റാലി, പരിസ്ഥിതി ദിന സന്ദേശം, പ്രസംഗം, ക്വിസ് മത്സരം, അനുമോദിക്കൽ എന്നിവ നടന്നു. രാവിലെ ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ പരിസ്ഥിതി ദിന സന്ദേശവും പ്രതിജ്ഞാ പ്രസംഗവും നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിത്ത് വിതരണവും ഉണ്ടായി. SBI ചീഫ് മാനേജർ രാധാകൃഷ്ണൻ, മാനേജർമാരായ ധന്യ, ശ്രീലക്ഷ്മി, സാവിത്രി എന്നിവരാണ് വിത്ത് വിതരണം നിർവഹിച്ചത്. ബാങ്കിലുള്ള അക്കൗണ്ടിനെ കുറിച്ച് അറിയാം. എത്ര പേര് ബാങ്കിൽ പോയിട്ടുണ്ട്? എല്ലാവരും ഉണ്ടല്ലോ. പോകാത്തവരൊക്കെ നാളെ തന്നെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനടുത്ത് പറയണം, എനിക്ക് ബാങ്കിൽ പോകണം. എല്ലാവരും പറയണം. എന്നിട്ട് എല്ലാവരും ബാങ്കിൽ പോയിട്ട് കൈ കാത്തിട്ടുള്ളൂ.
എന്നിട്ട് എല്ലാവരും ബാങ്കിൽ ചെന്നിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്തിനാ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? പൈസ ഇടാനേ. വിദ്യാർത്ഥികളുമായി പരിസ്ഥിതി ബോധവൽക്കരണ റാലിയും ഉണ്ടായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂളിൽ അടുക്കളത്തോട്ടം ഒരുക്കുകയും വിവിധ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോസ്റ്റർ നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. പരിസ്ഥിതിദിന ക്വിസ് മത്സരവും പരിപാടികളുടെ ഭാഗമായി നടന്നു. കൂടാതെ ഇന്ത്യൻ റെയിൽവേയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരവും നടത്തി. പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളിലൂടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിച്ചു. ആദ്യത്തെ 3 സ്ഥാനക്കാർക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ്, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് KSSPU മണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ ആയുർവേദ ആശുപത്രി ശുചീകരിച്ചു. 1 വർഷത്തേക്കുള്ള ശുചീകരണ പ്രവൃത്തികൾ അംഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിലെമ്പാടും. ഇപ്പൊ അതിനെല്ലാം വ്യത്യസ്തമായി അതിനെല്ലാം മാറ്റിയെടുക്കുന്നതിന് നമ്മൾ ഓരോ ആളുകളും നമ്മുടെ പ്രദേശത്തെ അംഗനവാടി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആശാവർക്കർമാരായിക്കോട്ടെ, നമ്മുടെ പൊതു ഇടങ്ങൾ എന്ന് പറയുന്ന ആയുർവേദ ആശുപത്രിയായാലും ഭൂമി ആശുപത്രിയായാലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളായാലും വളർന്നു വരുന്ന തലമുറ കഴിഞ്ഞ കാലത്ത് നമ്മൾക്ക് പൂർവികർ നേടിത്തന്നിട്ടുള്ള ഈ പ്രകൃതി എന്ന് പറയുന്ന. യൂണിറ്റ് പ്രസിഡന്റ് P. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJN നജീബ്, സ്റ്റേറ്റ് കൗൺസിലർ MC വാസുദേവൻ, ബ്ലോക്ക് കൗൺസിലർ ഗോകുൽദാസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വർഷ ആരോഗ്യ ക്ലാസ് എടുത്തു. യൂണിറ്റ് സെക്രട്ടറി NR രവീന്ദ്രൻ സ്വാഗതവും സത്ജിത്ത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. ആശുപത്രി പരിസരവും ശുചീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ സ്കൂളിൽ സ്നേഹിത സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക PP ചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു. സ്നേഹിത സീഡ് ക്ലബിന്റെ 2026-27 വർഷത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക PP ചന്ദ്രിക നിർവഹിച്ചു. നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ കുട്ടികളായ നിങ്ങളതിൽ മുന്നിലേക്ക് വരണം. നിങ്ങൾക്കാണ് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പോലെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളിലൂടെ നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ, നല്ലൊരു പ്രകൃതി ഉണ്ടാവട്ടെ. നമ്മുടെ അമ്മയായ ഭൂമിക്ക് എന്നും താങ്ങും തണലുമായി. സീഡ് കോർഡിനേറ്റർ സ്മിത ടീച്ചർ, നിമിഷ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. സ്കൗട്ട് യൂണിറ്റ്, ഹരിതം പരിസ്ഥിതി ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റർ രചനാ മത്സരം, വൃക്ഷത്തൈ നടിയിൽ, പരിസ്ഥിതി ദിന ക്വിസ് എന്നിവയും ഉണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. KSSPU മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. KSSPU മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. ആയുർവേദ ആശുപത്രിയിൽ വെച്ചായിരുന്നു ദിനാചരണ പരിപാടി. വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ചടങ്ങ് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ്. പ്രകൃതിയിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്താണ് ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി മാത്രമാണ് ജനത്തിന് വാസയോഗ്യമായിട്ടുള്ള സ്ഥലം. ആ സ്ഥലം നമുക്ക് ജീവിക്കാൻ വേണ്ട കാലാവസ്ഥയോടുകൂടി നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 1973 ലോകാരോഗ്യ സംഘടന നമ്മുടെ ഈ പരിസ്ഥിതി ദിനം ദിനമായി ആഘോഷിക്കുന്നത്. ചടങ്ങിൽ MC ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. VC ശങ്കരൻ, ആശുപത്രിയിലെ ഡോക്ടർ ഫർസാന, ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആറാണി വടക്കേക്കര LP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വടക്കേക്കര LP സ്കൂളിൽ രാവിലെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വാർഡ് കൗൺസിലർ മുരുകന്റെ നേതൃത്വത്തിലായിരുന്നു വൃക്ഷത്തൈ നടൽ. ക്വിസ്, പരിസ്ഥിതി ദിനഗാനം, പ്രതിജ്ഞ, ഒരു കുട്ടി ഒരു ചെടി പദ്ധതി, ചിത്രരചനാ മത്സരം, പോസ്റ്റർ നിർമ്മാണം എന്നിവയും നടന്നു. സ്കൂൾ HM T. ബിന്ദു, PTA പ്രസിഡന്റ് P. വിനേഷ്, MPTA പ്രസിഡന്റ് സവിത, മറ്റു അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിലെ അന്തിമഹാകാളൻചിറ 33-ാം വാർഡിൽ വൃക്ഷത്തൈ നടിയിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികളും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരപ്പൻ നഗറിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ C. സന്ധ്യ
അധ്യക്ഷയായിരുന്നു. ADS ചെയർപേഴ്സൺ ആരിഫ സ്വാഗതം പറഞ്ഞു. തൊഴിലാളികളും പങ്കെടുത്തു. CMRL ഹൈക്കോടതി നിലപാട് CPM-നും പിണറായി വിജയന്റെയും ഭരണത്ത് ഏറ്റ അടിയാണെന്ന് വി. മുരളീധരൻ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത് CPM-ന്റെ സ്ഥിരം കുറ്റവാളികളെന്നും മുരളീധരൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണം ഗൂഢാലോചനയാണെന്നും എന്ത് സേവനം നൽകിയാണ് വീണയ്ക്ക് മാസം തോറും പണം ലഭിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും വി. മുരളീധരൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 3 ഹൈക്കോടതിയിൽ കേസ് തടസ്സപ്പെടാൻ ശ്രമം നടത്തി. തടസ്സങ്ങൾ നീക്കിയാണ് ED മുന്നോട്ട് പോയത്. കേരള സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണം. മിഠായി വിവാദം മറുപടി ഫേസിൽ ഇട്ടിട്ടുണ്ട്. ജാതീയമായി തന്നെ അധിക്ഷേപിക്കാൻ ശ്രമം നടക്കുകയാണ്. CPM പലതും മറച്ചുവെക്കാനാണ് ഇത്തരം വിഷയം ഉയർത്തുന്നതെന്ന് വി. മുരളീധരൻ പറഞ്ഞു. കാരണം അവർക്ക് അവിടെ പല കാര്യങ്ങളിലും അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്, പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. കാരണം പഴകി ദ്രവിച്ച ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സ്കൂള് 3 കോടി രൂപ ശിവൻകുട്ടി അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ചെലവാക്കാൻ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ആളുകൾ ചോദ്യം ചോദിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കണം. കാരണം എനിക്കെതിരായിട്ട് ജാതീയത ആരോപിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് എൻ്റെ കഴിഞ്ഞ 45 കൊല്ലക്കാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ നിന്ന് ആവശ്യമുള്ള മറുപടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് CMRL കേസുമായി വന്ന വിധിയെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സമയം പോലും കോടതി കൊടുത്തില്ലെന്നും GST തട്ടിപ്പ് നടത്തിയതിന് വീണയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാം എന്നും ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാനും അറസ്റ്റിലേക്ക് പോകാനും EDക്ക് സ്വാതന്ത്ര്യമുണ്ട്. മോഷ്ടിച്ച പണത്തിന് GST നൽകി എന്നാണ് സഖാക്കൾ പറയുന്നത്. സേവനം നൽകാതെ ഇൻവോയ്സ് നൽകിയത് ഗുരുതര തെറ്റാണ്. GST തട്ടിപ്പ് നടത്തിയതിന് വീണയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിനും വേണമെങ്കിൽ കേസെടുക്കാമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. വ്യക്തമായ മൊഴിയും റിപ്പോർട്ടും കുറ്റപത്രമുണ്ട്. സംസ്ഥാന സർക്കാരിനും വേണമെങ്കിൽ വീണയ്ക്കെതിരെ കേസെടുക്കാം. മുഖ്യമന്ത്രിയല്ലേ, ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെയാണ്. അദ്ദേഹത്തിന് ഇനിഷ്യേറ്റ് ചെയ്താൽ ആ കേസെടുക്കാനും നോൺ ബെയിലബിൾ ഒഫൻസ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനും പറഞ്ഞു. പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് അതില് PMLA ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അതായത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഞാൻ വളരെ സിമ്പിളായിട്ട് PC ജോർജ് MLA ആയിട്ടിരിക്കുകയാണ്, ചീഫ് വിപ്പ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ഒരു സേവനം നൽകാതെ ഞാൻ പണം വാങ്ങിയത് എനിക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് PC ജോർജിനുള്ള കൈക്കൂലിയാകില്ലേ? അപ്പം മുഖ്യമന്ത്രിയുടെ മകളായിരിക്കുന്ന ഒരു വ്യക്തി മുമ്പേ പറഞ്ഞ പോലെ ഒരു കാരണവശാലും സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തമുള്ള ഒരു വ്യവസായ സ്ഥാപനമായി ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അത് നിയമമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷിച്ചാൽ കേസ് തെളിയില്ലെന്നും UDF സർക്കാർ വന്നിട്ടും കാര്യങ്ങളിൽ ഒരു മാറ്റവുമില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFIO കേസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ LDF സർക്കാർ വലിയ നീക്കം നടത്തി. UDF സർക്കാർ വന്നിട്ടും കാര്യങ്ങളിൽ ഒരു മാറ്റവുമില്ലാതെ പോവുകയാണ്. CMRLന്റെ നീക്കങ്ങൾ എല്ലാം പാളിയിരിക്കുകയാണ്. UDF സർക്കാരിലെ പല മന്ത്രിമാരും കരിമണൽ കേസിൽ പ്രതികളാണ്. ഈ കേസിൽ UDF സർക്കാരിലെ പല പ്രമുഖരും കുടുങ്ങുമെന്ന അവസ്ഥയാണെന്നും K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഗവൺമെന്റ് മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും കാര്യങ്ങൾ അതേപോലെ തന്നെ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ SFIO കേസ് ഹൈക്കോടതിയിൽ തടസ്സപ്പെടുത്തി കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഇന്ന് വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ഡിവിഷൻ ബെഞ്ച് അതും CMRLന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് കേസ് അന്വേഷണം സുഗമമായി നടക്കണം, വസ്തുതകൾ പുറത്തു വരണം എന്ന് കോടതികളിലും ഇപ്പോ ഉത്തരവുകളിലൂടെ ബോധ്യമായ കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാസപ്പടി കേസിന് CPM ഭയക്കുന്നില്ലെന്നും പിണറായിയും വീണയും പ്രതിയായ ഒരു കേസും EDക്ക് മുന്നിലില്ലെന്നും EDയുടെ ലക്ഷ്യം രമേശ് ചെന്നിത്തലയാണെന്നും CPM നേതാവ് AK ബാലൻ പറഞ്ഞു. 2002-ൽ CMRLന് കരിമണൽ ഖനനം ചെയ്യാൻ അനുമതി നൽകിയത് ഉമ്മൻചാണ്ടിയാണെന്നും പിണറായിയുടെ കാലത്ത് കരിമണൽ ഖനനം നടന്നിട്ടില്ലെന്നും ED അന്വേഷണം UDFന് നേരെ തിരിയുമെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു.
CPM-ഉം CPI-യും നല്ല ബന്ധത്തിലാണെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു. മാസപ്പടി കേസ് വിജിലൻസ് കോടതിയിൽ, റിവിഷൻ ഹർജി ഹൈക്കോടതിയിലും അപ്പീൽ സുപ്രീം കോടതിയും തള്ളിയതാണ്. മാത്യു കുഴനാടന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോടതി കണ്ടെത്തിയത്. മാത്യുവിന് ശേഷം ആരോപണവുമായി രംഗത്ത് വന്നത് ഷോൺ ജോർജാണ്. SFOയ്ക്ക് ശേഷമാണ് ED വരുന്നത്. EDയുടെ ലക്ഷ്യം രമേശ് ചെന്നിത്തലയാണ്. പിണറായി വിജയനും വീണയും പ്രതിയായ ഒരു കേസും EDക്ക് മുൻപിലില്ല. ഏതന്വേഷണവും നടക്കട്ടെ. കള്ളപ്പണം വെളുപ്പിക്കുന്നവരെ ശിക്ഷിക്കുന്നതിൽ CPM എതിരല്ല. CMRL-ന് കരിമണൽ ഖനനം ചെയ്യാൻ അനുമതി നൽകിയത് 2022 ഉമ്മൻചാണ്ടിയാണ്. VS ആണ് അത് റദ്ദു ചെയ്തത്. പിണറായിയുടെ കാലത്ത് കരിമണൽ ഖനനം നടന്നിട്ടില്ല. EDയുടെ അന്വേഷണം UDF-ന് നേരെ തിരിയുമെന്നും AK ബാലൻ പറഞ്ഞു. ED കേസ് വന്നതിൽ പിണറായി വിജയൻ മാത്രമല്ല ലക്ഷ്യം. പിണറായി വിജയൻ ഇതിലൊന്നും പിടിക്കാൻ പറ്റില്ല. മറ്റവരുടെ അഡ്മിഷൻ വന്നു, ഞങ്ങൾ വാങ്ങി എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും EDയുടെ വായിലേക്ക് ഇവർ പോയി വീണ് കഴിഞ്ഞു. ഇനി അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കെതിരായി യാതൊന്നും വരാൻ പോകുന്നില്ല. ഇനി വന്നു കഴിഞ്ഞാൽ ഉപ്പ് നിന്നവൻ വെള്ളം കുടിച്ചോട്ടെ. പാർട്ടിക്ക് ഒരു പ്രശ്നവും അതിലില്ല. സ്വതന്ത്രമായ അന്വേഷണം ED നടത്തട്ടെ. രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന സമയത്ത്, രാഷ്ട്രീയപരമായി ഇടപെടുന്ന അവസരത്തിൽ ഞങ്ങൾ ഇടപെടും. കോടിയേരിയും പിണറായിയും തമ്മിൽ ഉണ്ടായിരുന്നത് വല്ലാത്ത ആത്മബന്ധമാണ്. പിണറായി കരഞ്ഞത് കൊടിയേരി മരിച്ചപ്പോൾ മാത്രമാണ്. പ്രതിപക്ഷ ഉപനേതാവ് പ്രശ്നം രമ്യമായി പരിഹരിക്കും. പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ മേലെ ഇരിക്കേണ്ട കാര്യമില്ലെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ഒല്ലൂരിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാർ വർക്ക്ഷോപ്പിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന 5 പേർ പിടിയിലായി. 1.27 ഗ്രാം MDMA, ഡിജിറ്റൽ വെയ്റ്റ് മെഷീൻ, സിപ്ലോക്ക് കവറുകൾ, 30,000 രൂപ, പെപ്പർ സ്പ്രേ, ആയുധങ്ങൾ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു. സ്കൂൾ പ്രവേശന ദിവസം കുട്ടികൾക്ക് മുന്നിൽ മിഠായി വെച്ചിട്ട് പോയ വി മുരളീധരൻ നിലപാടിനെതിരെ SC വകുപ്പ് മന്ത്രി KA തുളസി രൂക്ഷ വിമർശനം നടത്തി. MLA-യുടെ രീതി ശരിയായ നടപടിയായിരുന്നില്ലെന്നും KA തുളസി പാലക്കാട്ട് പറഞ്ഞു. പദവിയിലിരിക്കുമ്പോൾ കുറെ കൂടി പക്വതയോടെ പെരുമാറണമായിരുന്നു. ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. MLA-യുടെ പ്രവൃത്തി അപ്രതീക്ഷിതമായിരുന്നു. ചടങ്ങ് മോശമാക്കേണ്ട എന്ന് കരുതിയാണ് അപ്പോൾ പ്രതികരിക്കാതിരുന്നത്. തിരക്കുണ്ടായിരുന്നെന്ന MLA-യുടെ വിശദീകരണം യോജിക്കാൻ കഴിയാത്തതാണ്. അട്ടപ്പാടിയിലേതുൾപ്പെടെ പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇതിനായി രക്ഷിതാക്കളും അധ്യാപകരുമായി കൂടിയാലോചന നടത്തും. പദവികളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ശരിയായ രീതി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നും KA തുളസി പറഞ്ഞു. അതല്ല, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മൾ സ്കൂളിൽ പുതിയതായിട്ട് വന്ന കുട്ടികളോട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കൊച്ചു കുട്ടികളാണ്. അപ്പോൾ വളരെ ഞാനാണ് സത്യത്തിൽ ആദ്യം എത്തിയത് പ്രോഗ്രാമിന്. അപ്പോൾ ഈ കുട്ടികളായിട്ട് അവർ പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ പാരൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് സ്ഥലം MLA കൂടിയായിട്ടുള്ള അദ്ദേഹം വന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഒരു ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഒരു പ്രവേശനോത്സവം അധ്യയന വർഷത്തിൽ. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് ആ കുട്ടികളുടെ മുന്നിലൊരു വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ളതായിരുന്നു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കാനും പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു. ഒരു തരത്തിലുള്ള പ്രകൃതി ചൂഷണം അനുവദിക്കില്ലെന്നും യോഗം തീരുമാനിച്ചു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കാനും പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനായുള്ള ഏക അജണ്ടയാണ് കൗൺസിൽ യോഗത്തിന് മുൻപാകെ വന്നത്. ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കാനും പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ നടത്താനും യോഗം തീരുമാനിച്ചു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ പ്രതിജ്ഞചൊല്ലലുമുണ്ടായിരുന്നു. പരിസ്ഥിതി ക്യാമ്പയിന്റെ ഭാഗമായി ജൂൺ 5 മുതൽ 12 വരെ വൃക്ഷത്തൈ വിതരണം, സന്ദർശനങ്ങൾ, ബോധവൽക്കരണ ക്ലാസ്, പ്രചാരണം, കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവ നടത്താനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം മായനൂർ പാളത്തിന്റെ അപ്രോച്ച് റോഡിന് സമീപത്തുകൂടി ഒഴുകുന്ന ചാൽ സ്വകാര്യ വ്യക്തി അടച്ചതായി പരാതി. ഇതുമൂലം മഴ പെയ്താൽ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഈസ്റ്റ് ഒറ്റപ്പാലം കയറ്റം തുടങ്ങുന്ന ഭാഗത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോപണം. മഴ പെയ്താൽ 3 ഭാഗത്തു നിന്ന് വരുന്ന വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പറ്റാതെ റോഡിൽ തളം കെട്ടി നിൽക്കും. വർഷങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്ന ചാലാണ് അടുത്ത ദിവസം കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും ചാലിൽ കൊണ്ടുവന്നിട്ട് തൂർത്തിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിനു സമീപത്തു കൂടിയാണ് പാടത്തേക്ക് പോകുന്ന ചാൽ സ്ഥിതി ചെയ്യുന്നത്. ചാലിന്റെ മുകളിലൂടെ കമ്പിവേലിയും കെട്ടിയിട്ടുണ്ട്. കാലവർഷം ശക്തമാകുന്നതോടെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ട് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെടുകയും സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയും ഉണ്ടാകും. പ്രശ്നത്തിൽ അധികൃതർ ഇടപെട്ട് ചാൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം CPIM നേതാക്കൾ അറിയിച്ചു. ഇപ്പോൾ അടുത്ത ദിവസമാണ് കമ്പിവേലി കെട്ടി ആ വെള്ളം ഒഴുകിപ്പോകുന്ന ചാല് തൂർത്തതായി കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ വേസ്റ്റ് കൊടുന്ന് ചാലടച്ചതായി സ്വകാര്യ വ്യക്തി ഇവിടെ കാണുകയുണ്ടായി.
അത് എത്രയും പെട്ടെന്ന് ഇനി മഴ വരുന്ന സമയത്ത് ഇവിടെ വലിയ വെള്ളക്കെട്ടാണ്. ഇവിടെ പല സമയത്തും മോട്ടോർ വാഹനങ്ങൾ, 2 വീലർ ഉൾപ്പെടെ ഈ വെള്ളക്കെട്ടിൽ വീഴുന്നൊരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് അത് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ അപകടം വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. എന്തായാലും സ്വകാര്യ വ്യക്തി ഈ മണ്ണിട്ട് നികത്തിയതും വേസ്റ്റ് ഇട്ട് നികത്തിയതും വേലി കെട്ടിയതും അനധികൃതമാണ് എന്നാണ് പറയാനുള്ളത്. CPIM പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C. മാധവൻ, K. വിമൽ, M. അർഷിദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പരിസ്ഥിതി സ്നേഹം എന്തെന്നറിയാൻ പാലക്കാട് ഷൊർണൂറിലെ അംബ്രോസിന്റെ വീട്ടിലെത്തണം. ഇരിക്കാൻ മരക്കഷ്ണം, വരുന്നവർക്ക് കുടിക്കാൻ ശംഖുപുഷ്പ ചായയും ഇലയടയും, ഓലമേഞ്ഞ മേൽക്കൂരയും അണിയാൻ നെയ്ത വസ്ത്രങ്ങളും. പരിസ്ഥിതി സ്നേഹത്തിലൂടെയുള്ള അംബ്രോസിന്റെയും കുടുംബത്തിന്റെയും വൈവിധ്യമാർന്ന ജീവിത കഥയൊന്ന് കാണാം. ഭാരതപ്പുഴയോരത്ത് പച്ചപ്പിന്റെയും നെൽവയലുകളുടെയും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ആനാരിക്കുന്നിന്റെ നെറുകയിലേക്ക് എത്തിയൊലിയുന്ന മുളങ്കൂട്ടങ്ങളുടെയും ചെമ്പരത്തിച്ചെടികൾക്കിടയിലൂടെയും ഒന്ന് നോക്കിയാൽ ഫാർമേഴ്സ് ഷെയർ എന്നൊരു കുഞ്ഞൊരു ബോർഡ് കാണാം. അതിനകത്തേക്ക് കയറിയാൽ തുണിയിൽ ചെമ്പരത്തി ചായം മുക്കിയ താളുകളിൽ അക്കത്തിൽ മലയാളം കലണ്ടർ, അടുക്കളയിലെ പാത്രങ്ങളിൽ പൂക്കളും കൊണ്ടാട്ടങ്ങളും, പൂക്കൾ കൊണ്ടുള്ള പാനീയങ്ങളും, വീടിനു സമീപത്ത് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാകട്ടെ വൈക്കോൽ കൊണ്ടും. ഇത്തരത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്തെന്ന് ജീവിതത്തിലൂടെ കാണിക്കുകയാണ് മുണ്ടായ സ്വദേശിയായ അംബ്രോസും കുടുംബവും. നഗരജീവിതത്തിന്റെ അസ്വസ്ഥതകളോട് യാത്ര പറഞ്ഞ് 9 വർഷങ്ങൾക്ക് മുൻപാണ് കൊച്ചി വൈപ്പിൽ നിന്നും അംബ്രോസും കുടുംബവും ഷൊർണൂരിൽ എത്തുന്നത്. ഭാര്യ മിനിയും മക്കളായ അമലും അഖിലും ഉൾപ്പെടുന്ന കുടുംബത്തിന് പ്രകൃതിക്കിണങ്ങിയ ജീവിതമായിരുന്നു ഇഷ്ടം. അങ്ങനെ എത്തിപ്പെട്ടതാകട്ടെ ഭാരതപ്പുഴയുടെ തീരത്തെ മുണ്ടായി ഗ്രാമത്തിൽ. പുഴയോരത്തായുള്ള 10 ഏക്കർ സ്ഥലത്ത് പ്രകൃതിക്കിണങ്ങിയ ഒരു പാർപ്പിടം ഒരുക്കി. അത് കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. ഞാൻ ബേസിക്കലി ഞാനൊരു മെയ്സനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ തലയിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യർക്ക് കൂടാരങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള സാധ്യതകളെ ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതും മറ്റൊരാൾ ഉപയോഗശൂന്യമെന്ന് കരുതി മാറ്റിവെച്ചതോ വേസ്റ്റായിട്ട് മാറിയതോ ഇവിടെ പുഴയുടെ തീരത്തുള്ള പുല്ലുകളോ ഒക്കെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്ക്രാപ്പുകൾ ആയിട്ടുള്ള കുറേ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കെട്ടിട നിർമ്മാണത്തിന്. അതും ഞാൻ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. മനുഷ്യർ ഉപയോഗിച്ചുപേക്ഷിച്ച വസ്തുക്കളും ഉണക്കപ്പുല്ലുകളും മരമില്ലുകളിൽ ബാക്കിയായ തടിക്കഷ്ണങ്ങളും ചെറുപുല്ലുകളുമൊക്കെ വെച്ച് ചേർത്തുള്ളതാണ് കെട്ടിടം. ഭക്ഷണശൈലിയും വൈവിധ്യങ്ങളേറെ. വീട്ടിലെത്തുന്ന അതിഥികളെ സ്വീകരിക്കാൻ ശംഖുപുഷ്പം കൊണ്ടുള്ള ചായയും ഇലയടയും ഉൾപ്പെടെ നാടൻ രുചിക്കൂട്ടുകൾ. സമീപ പ്രദേശത്തെ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നെല്ലും കാർഷിക വിഭവങ്ങളും ഉപയോഗിച്ച് ഉച്ചഭക്ഷണം. മായം കലരാത്ത മസാലക്കൂട്ടുകളില്ലാത്ത ഭക്ഷണ ക്രമമാണിവിടെ. എന്റെ ചുറ്റുവട്ടത്തുള്ള കർഷകരുമായിട്ട് ഞാനിവിടെ ഒരു മെനു ഇടുമ്പോൾ ആ കർഷകരുടെ അടുത്ത് എന്തുണ്ടെന്ന് അന്വേഷിക്കും. എനിക്കങ്ങനെ സൗഹൃദമുള്ള കർഷകർ എൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. എനിക്കും സാധ്യമാവുന്നത് ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പം അങ്ങനെ അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കൗതുകവും അറിവും എനിക്കുണ്ട്. എനിക്കതിൽ വലിയ കൗശലമുണ്ട്. എനിക്കതിന് വലിയ താല്പര്യമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഭക്ഷണം ഒരു സ്പെഷ്യലാണ്. അതിലും സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ആരോഗ്യത്തിന് ക്ഷയമേൽപ്പിക്കുന്ന മസാലകൾ, അധിക മസാലകളോ അധിക രുചികളിലേക്കോ പോകാതെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഫാർമേഴ്സ് ഷെയറിന്റെ ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും ഫാർമേഴ്സ് ഷെയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ രുചികൾക്ക് വേണ്ടിയിട്ട്. മൺപാത്രങ്ങളിൽ വെള്ളം, ഉരുളിയിൽ ഇരിപ്പിടം, മരത്തടിയിൽ ഊഞ്ഞാൽ, ഓലമേഞ്ഞ ഇരിപ്പിടങ്ങൾ, അങ്ങനെ പ്രകൃതിയുമായി ഇഴകിച്ചേരുന്നതെല്ലാം ഈ വീട്ടിലുണ്ട്. വീടിന് ചുറ്റും നിറയെ പൂക്കളും ചെടികളും. പ്രകൃതിയെ നോവിക്കുന്ന ഒന്നും തന്നെ വീട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ല. വീടിന് ചുറ്റും കാണുന്ന മിനി ഹട്ട് ഹൗസുകളും ഊഞ്ഞാലുകളും മറ്റും അലങ്കാരങ്ങളും എല്ലാം മരങ്ങളും പാഴ്വസ്തുക്കളും കല്ലുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അനവധി പേരാണ് ഇവരുടെ ജീവിതത്തെ പഠിക്കാൻ ഷൊർണൂരിലേക്ക് എത്തുന്നത്. ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ അംബ്രോസിന് പറയാനുള്ളത് സ്വന്തം ജീവിതം തന്നെയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ഓട്ടിസം സെന്ററിൽ പ്രൊഫഷണലിസം സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. പഠനോപകരണ വിതരണവും അനുമോദിക്കലും ഉണ്ടായിരുന്നു. ഷൊർണൂർ BRCയുടെ കീഴിലുള്ള ഷൊർണൂർ ഓട്ടിസം സെന്ററിലാണ് വെള്ളിയാഴ്ച പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഉന്നമനത്തിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും
ചെയ്യാൻ നഗരസഭ ഒപ്പം നിൽക്കുന്നുണ്ട്. എല്ലാ വർഷവും പദ്ധതിയിൽ അവർക്ക് വേണ്ട തുക ഉൾപ്പെടുത്തുന്നുണ്ട്. പോരാത്തതിന് അവരുടെ സ്കോളർഷിപ്പിന് വേണ്ട ഫണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ട BRC തലത്തിൽ അവർക്ക് വേണ്ട സേവനങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ വിധത്തിലെല്ലാം നഗരസഭ അവരെ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. SSLC വിജയിച്ച 2 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകിയ ചെയർപേഴ്സൺ അനുമോദിച്ചു. കൂടാതെ യാത്രയച്ചു പോകുന്ന ഹൊസിയ ടീച്ചർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ചെയർപേഴ്സൺ അടക്കമുള്ളവർ വിതരണം ചെയ്തു. ചടങ്ങിൽ വൈസ് ചെയർമാൻ VK അനുരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സൗമ്യ, സിന്ധു, കൗൺസിലർമാരായ VK ശ്രീകൃഷ്ണൻ, മുഹമ്മദ് ആഷിഖ്, രജിത, പ്രസന്ന, ബേബി ഗിരിജ, ലത, ഷീജ, BPC ബിന്ദു ടീച്ചർ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് ജൂബി, ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മലയുടെ വകയുള്ള നോട്ട് പുസ്തകങ്ങൾ BPC ബിന്ദു ടീച്ചർ ഏറ്റുവാങ്ങി. രക്ഷിതാക്കൾക്കായുള്ള പരിശീലന പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇന്ന് നടന്ന ആദ്യ ക്ലാസ്സിന് മഞ്ജു ഹരിദാസ് നേതൃത്വം നൽകി. രക്ഷിതാക്കൾ, കുട്ടികൾ, ജനപ്രതിനിധികൾ, BRC അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരും ജനപ്രതിനിധികളും കൈകോർത്തപ്പോൾ തീർത്തത് പഞ്ചായത്തിന് മുന്നിലായി മനോഹരമായ ഒരു ഉദ്യാനം. ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം നടന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കവാടത്തിന് ഇരുഭാഗങ്ങളുമായാണ് മനോഹരമായ ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത്. പഞ്ചായത്തിലെ ജീവനക്കാരും ജനപ്രതിനിധികളും കൊണ്ടുവന്ന ചെടികൾ ഉൾപ്പെടെ അലങ്കാര ചെടികൾ കൂടി ഉദ്യാനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ നടന്ന ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഹരിതാപ മാതൃകാ നിർദ്ദേശത്തോട് കൂടിയിട്ട് ഉദ്യാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജീവനക്കാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും സജീവ പങ്കാളികളായിട്ടുണ്ട്. വാണിയംകുളം പഞ്ചായത്തിലെ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കുക എന്നുള്ളതാണ് വാണിയംകുളം പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. വ്യത്യസ്തമായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ച് അവബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ M ലക്ഷ്മി, A സംഗീത, NM അബ്ദുൽ സലാം, 4ാം വാർഡ് മെമ്പർ P ജയരാജൻ, മറ്റു മെമ്പർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA പബ്ലിക് പോളിസി 1ാം റാങ്കോടെ വിജയിച്ച മാത്തൂർ സ്വദേശി ജിഷ്ണുവിന് കേരള പോലീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അനുമോദന ചടങ്ങ് റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് MK പുഷ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം എവിടെ എത്തുമെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. അത് എത്തിച്ചേരണം. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ടീച്ചിങ് മേഖലയിലായിക്കാണെന്ന് പറയുന്നു. നമ്മുടെ രാമദാസ് പറഞ്ഞു മറ്റേ സിവിൽ സർവീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഇത് രണ്ടുമായാലും നല്ല കാര്യമാണ്. സിവിൽ സർവീസാണ് എനിക്ക് താല്പര്യം. കാരണം നമുക്ക് സിവിൽ സർവീസിൽ ഇത് പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ ജീവിതാവസാനം മുഴുവൻ അവൻ്റെ ജീവിതം സുരക്ഷിതമായി. അവന് ജോലി കൊടുക്കേണ്ടത് അവന് കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. വേറെ ഏത് ഡിഗ്രി എടുത്താലും IAS IPS എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും നോക്കേണ്ട കാര്യമില്ല. അവന് എന്തെങ്കിലും ജോലി കൊടുക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥ അവന് യൂട്ടിലൈസ് ചെയ്യേണ്ടിയെന്നുള്ളത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA പബ്ലിക് പോളിസി 1ാം റാങ്കോടെ വിജയിച്ച മാത്തൂർ ചുങ്കമന്തം ഗൗരി വന്ദനത്തിൽ റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ജീവാനന്ദൻ വിജി ദമ്പതികളുടെ മകൻ ജിഷ്ണുവിനെ കേരള പോലീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭാരവാഹികളും പ്രവർത്തകരും വീട്ടിലെത്തി അനുമോദിച്ചു. പോലീസ് പെൻഷനേഴ്സ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം TK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പോലീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KP രാംദാസ്, ജില്ലാ പ്രസിഡന്റ് SC ശാന്തകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആറുമുഖൻ, പൗരസമിതി പ്രതിനിധി ബാബു എന്നിവർ സംസാരിച്ചു. റാങ്ക് ജേതാവ് ജിഷ്ണു അനുമോദനത്തിന് മറുപടി പ്രസംഗം നടത്തി. പിന്നെ ഇതിന്റെ പറഞ്ഞ ഈ നേട്ടം ഞാൻ ഒറ്റയ്ക്ക് കൈവരിച്ചതൊന്നും മാത്രമല്ല, ഇതിന് എല്ലാവരുടെയും പിന്തുണയുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, അതേപോലെ കൂട്ടുകാർ, ഈ എല്ലാവരുടെയും ആ ഒരു പിന്തുണയും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കതിൻ്റെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ പറ്റിയത്. പറഞ്ഞ മാതിരി ആ ഒരു ജേണി അത്ര എളുപ്പമായിരുന്നില്ല. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിപ്പോൾ കുറേ ദുഷ്ടാധ്വാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോലും ഇപ്പോൾ ഞാൻ ഈ പഠിക്കുന്നതിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും എന്തുണ്ടെങ്കിലും ആ സമയത്ത് മാക്സിമം ബുദ്ധിമുട്ടിക്കാതെയും അല്ലെങ്കിൽ എൻ്റെ മേലേക്ക് ഒരു ബേർഡൻ വരണ്ട എന്ന് നോക്കിയിട്ട് മാക്സിമം അതിനെ ഇതാക്കി തന്നതും
പ്രത്യേകിച്ച് അച്ഛനമ്മയും തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാലയിൽ രാമന് വൻ വരവേൽപ്പ്. 22 വർഷമായി മേഖലയിൽ സർവീസ് നടത്തുന്ന രാമൻ എന്ന ബസ്സിനാണ് പുതിയ സർവീസ് റൂട്ടിൽ മണ്ണൂർ നഗരിപ്പുറത്ത് സ്വീകരണം നൽകിയത്. പുതിയ ബസ്സിന് മണ്ണൂർ നഗരിപ്പുറത്ത് വെച്ച് 10ാം വാർഡിന്റെയും 13ാം വാർഡുകളുടെയും മെമ്പർമാരുടെയും വാർഡ് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ കർപ്പൂരം ഒഴിഞ്ഞ് ഗംഭീര വരവേൽപ്പ് നൽകി. വാർഡ് മെമ്പറായ ഷിതി, അമിത, കൂടാതെ സുജിത്, അനൂപ് നഗരിപ്പുറം, രാധാകൃഷ്ണൻ, അജയ്, ബിനീഷ്, ഷാജി, രമേശ്, വിജയൻ, പ്രദീപ്, സുപ്രിയ, ഷംന, ശിവപ്രസാദ്, ഗിരിജ, വ്യാപാരി വ്യവസായി ഒറ്റപ്പാലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പലാരി തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ബസ്സിന് പടുകൂറ്റൻ പൂമാലയും നൽകി. വാർഡ് മെമ്പറായ അമിത, ഷിദിലയും ബസ് മുതലാളി ഗോപൻ, സുജിത്, പുഷ്പരാജവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നാടിന്റെ ബസ്സായിട്ട് നമ്മൾക്ക് വിട്ടു തന്നിരിക്കുന്നത് അത് ഗോപേട്ടന് നല്ലൊരു നന്ദി പറയാണ്. പിന്നെ ഈ പത്തിരിപ്പാല കോങ്ങാട് റൂട്ടിൽ ഓടുന്ന നമ്മുടെ ഈ പഴയ ബസ്സിനെ പുതുക്കി പഴയ ബസ്സിനെ മാറ്റി പുതിയ ബസ്സിന് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ബസ് ജീവനക്കാരായ രാധാകൃഷ്ണൻ, മോഹനൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റ് നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പുഞ്ചിരികൾ വിരിയട്ടെ എന്ന നാമധേയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 167 കുട്ടികളാണ് ജീവിതയുടെ സ്നേഹസമ്മാനം ലഭിച്ചത്. ഷൊർണൂരിലെ ഏക ഗവൺമെന്റ് സ്കൂളായ GHSS ഗണേശ് ഗിരിയിലെ മുഴുവൻ കുട്ടികൾക്കും ഒപ്പം ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ ചുടുവാലത്തൂർ, മഞ്ഞക്കാട്, കല്ലിപ്പാടം, കാരക്കാട്, നമ്പ്രം, കവളപ്പാറ, കൂനത്തറ, വാണിയംകുളം പഞ്ചായത്തിലെ പനയൂർ എന്നീ സ്ഥലങ്ങളിലെ 167 കുട്ടികൾക്കാണ് ജീവിതയുടെ സ്നേഹസമ്മാനം നൽകാനായത്. ഷൊർണൂർ കാരക്കാട് ജീവിത ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. നിർമ്മല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ പരിപാടിയുടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ജീവിതയുടെ എല്ലാമായിട്ടുള്ള നമ്മുടെ സംയുക്ത, അതുപോലെ തന്നെ സംയുക്തയ്ക്ക് എപ്പോഴും കൂട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾ, അതുപോലെ നമ്മുടെ കുട്ടികളുടെ ദിവസമാണ്. അങ്ങനത്തെ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള പ്രിയപ്പെട്ടവരായിട്ടുള്ള കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ജീവിത ക്ലബിൻ്റെ പേരിലുള്ള നിങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിനാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ട്രസ്റ്റ് ചെയർമാൻ സംയുക്ത KV സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ K. സൗമ്യ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് ജീവിതാംഗം സംഗീത ശിവദാസ് നന്ദിയും പറഞ്ഞു. ഗണേശ് ഗിരി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ലൂണ A. സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് വാർഡ് കൗൺസിലർ EP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ലേഖ, ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ സംയുക്ത KV, UPST സന്ധ്യ ടീച്ചർ, UPST ശ്രീനാരായണൻ നമ്പൂതിരി, സ്റ്റാഫ് സെക്രട്ടറി അരുൺ, മധുമാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിസ്ഥിതി സംരക്ഷണ ദൗത്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം ഇന്ന്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും തടയാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ഐക്യരാഷ്ട്രസഭ. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രകൃതിയെ തന്നെ മാതൃകയാക്കണമെന്നും വനവൽക്കരണവും ജൈവവൈവിധ്യ സംരക്ഷണവും അനിവാര്യമാണെന്നും ഐക്യരാഷ്ട്രസഭ. നാടെങ്ങും പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ. CMRL ഹൈക്കോടതി നിലപാട് CPMനും പിണറായി വിജയന്റെയും കരണത്ത് ഏറ്റ അടിയാണെന്ന് വി. മുരളീധരൻ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത് CPMന്റെ സ്ഥിരം കുറ്റവാളികളെന്നും ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണം ഗൂഢാലോചനയെന്നും മുരളീധരൻ. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് CMRL കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സമയം പോലും കോടതി കൊടുത്തില്ലെന്നും GST തട്ടിപ്പ് നടത്തിയതിന് വീണയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാം എന്നും ഷോൺ ജോർജ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പോലീസ് അന്വേഷിച്ചാൽ കേസ് തെളിയില്ലെന്നും UDF സർക്കാർ വന്നിട്ടും കാര്യങ്ങളിൽ ഒരു മാറ്റവുമില്ലെന്നും സുരേന്ദ്രൻ. മാസപ്പടി കേസിനെ CPM ഭയക്കുന്നില്ലെന്നും പിണറായിയും വീണയും പ്രതിയായ ഒരു കേസും EDക്ക് മുന്നിലില്ലെന്നും EDയുടെ ലക്ഷ്യം രമേശ് ചെന്നിത്തലയാണെന്നും CPIM നേതാവ് AK ബാലൻ. 2002 CMRLന് കരിമണൽ ഖനനം ചെയ്യാൻ അനുമതി നൽകിയത് ഉമ്മൻചാണ്ടിയാണെന്നും പിണറായിയുടെ കാലത്ത് കരിമണൽ ഖനനം നടന്നിട്ടില്ലെന്നും ED അന്വേഷണം UDFന് നേരെ തിരിയുമെന്നും AK ബാലൻ. ഓപ്പറേഷൻ തൂഫാൻ. തൃശൂർ ഒല്ലൂരിൽ കാർ വർക്ക്ഷോപ്പിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന 5 പേർ പോലീസിന്റെ പിടിയിൽ.
പ്രതികളിൽ നിന്ന് ലഹരി വസ്തുക്കളും പണവും ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.